ഇന്ന് വായനാ ദിനമാണ്. പുതുവയിൽ നാരായണപ്പണിക്കർ അന്തരിച്ച ദിനം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വായന കേരളത്തിൽ ഉടനീളം പ്രോത്സാഹിപ്പിക്കാൻ പരിശ്രമിച്ച ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ പുസ്തകങ്ങൾ കൊണ്ടു നടന്ന് വായിപ്പിച്ച ആളെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. വായിച്ച് വളരാൻ സാധിക്കട്ടെ. കുഞ്ഞുണ്ണി മാഷിനെയൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. അപ്പോൾ ഇന്നത്തെ ദിവസം വായിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കുട്ടികളോടാണ് ഞാൻ കൂടുതലായിട്ട് ഇന്ന് സംസാരിക്കുന്നത്. ഒരു 10 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന്, പ്രായത്തിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നുവെച്ചാൽ LKG പഠിക്കുന്ന കുട്ടി മുതൽ LKG പഠിക്കുന്ന കുട്ടിക്ക് വായിക്കാൻ അറിഞ്ഞുകൊണ്ടായിരിക്കാം, പക്ഷേ അവന് ചിത്രങ്ങളുള്ള പുസ്തകങ്ങൾ കൊടുത്താൽ അവൻ ഇങ്ങോട്ട് ചോദിക്കുക, അല്ലെ അവൾ ചോദിക്കും, നമുക്കപ്പോൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. രണ്ടാമത്, വ്യത്യസ്ത വിഷയങ്ങൾ, ഒരു വിഷയം മാത്രമല്ല, വ്യത്യസ്ത വിഷയങ്ങളിൽ വായന നടത്തുക. രണ്ടാമത്, ചിന്തിക്കുന്നതും നമ്മുടെ ഉറക്കം കെടുത്തുന്നതുമായ പുസ്തകങ്ങൾ കണ്ടെത്തുക. നാലാമത്, സന്തോഷിപ്പിക്കുന്ന പുസ്തകങ്ങൾ മാത്രമല്ല, അലോരസപ്പെടുത്തുന്ന പുസ്തകങ്ങളും വായിക്കണം. കാരണം നമുക്കിന്ന് നമ്മുടേതായ ഒരു ഡയറക്ഷണൽ വേയിലല്ല പോകേണ്ടത്. നേരെ മറിച്ച് നമുക്കിഷ്ടമല്ലാത്തവരുടെ പുസ്തകങ്ങളെ നമുക്ക് വായിക്കാൻ സാധിക്കണം. പക്ഷേ ഇഷ്ടമല്ലാത്തവർ എല്ലാവരും നമുക്ക് ഇഷ്ടമുള്ളവരായിരിക്കണമെന്നില്ല ലോകത്തിൽ. പക്ഷേ ഇഷ്ടമല്ലാത്തവരും നമ്മളോടൊപ്പം വസിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പുസ്തകങ്ങളും നമുക്ക് ഇഷ്ടമില്ലാത്തവരിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അഞ്ചാമത്തേത്, മലയാളത്തിലെ മാത്രമല്ല മറ്റ് ഭാഷകളിലെ പുസ്തകങ്ങളും വായിക്കാൻ പരിശ്രമിക്കുക. മറ്റ് ഭാഷ അറിയാവുന്നവർക്ക്. അല്ലെങ്കിൽ മറ്റ് ഭാഷകളിൽ നിന്ന് വിവർത്തനം ചെയ്ത പുസ്തകങ്ങളുണ്ട് മലയാളത്തിൽ, നല്ല സുന്ദരമായ പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങളുടെ വായിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ദിവസവും ചുരുങ്ങിയത് ഒരു പേജെങ്കിലും, ഞാൻ സാധാരണക്കാരോടാണ് പറയുന്നത്, സാധാരണ കുട്ടികളുടെ പറയുന്നത്, ഒരു പേജെങ്കിലും. കഴിവുള്ളവൻ സാധിക്കുന്നെങ്കിൽ 10 പേജ്, 50 പേജ്, 100 പേജ്. ഒരു കാര്യം ഓർക്കുക, 500-ൽ പരം പേജുകൾ വായിച്ചിരുന്ന ആളുകളും ഈ ലോകത്തിലുണ്ടായിരുന്നു എന്നത് നമ്മൾ മറക്കാതിരിക്കുക. ഏഴാമത്തെ കാര്യം, ശാസ്ത്രീയമായ ഫിക്ഷൻസ് വായിക്കണം, നോവലുകൾ വായിക്കണം, ചെറുകഥ, നിരൂപണം, കവിതകൾ എന്നിവ നമ്മൾ വായിക്കണം. കവിത എന്ന് പറയുമ്പം സാധാരണ കവിതകൾ, സച്ചിദാനന്ദനെ പോലുള്ള താത്വികതയുള്ള കവിതകൾ അല്പം കട്ടിയാണ് വായിക്കാൻ. അല്ലെങ്കിൽ ചങ്ങമ്പുഴയുടെ രമണനൊക്കെ നമുക്ക് കുറച്ചൊക്കെ അറിയാം. ഇന്നത്തെ കുട്ടികൾക്ക് അറിയാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മുരുകനൊക്കെ കുറച്ചുകൂടെ ലളിതമായിട്ട് അവതരിപ്പിക്കുന്ന ആളുകളാണ്. അങ്ങനെ ഇന്നത്തെ ആധുനിക കവിതകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എഴുതി വരുന്ന കവിതകളൊക്കെ ഉണ്ട്. ആ കവിതകളൊക്കെ ഒന്ന് വായിക്കാൻ പരിശ്രമിക്കുക. പിന്നെ എട്ടാമത്തെ, വായനാശീലം വളർത്തുമ്പോൾ ദിനപത്രം മറക്കരുത്. ദിനപത്രം വായനയുടെ ഒരു ഭാഗമായിരിക്കണം. പത്രം വരുത്താൻ നമുക്ക് കഴിവില്ലെങ്കിൽ നെറ്റുള്ളൊരു ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉദാഹരണത്തിന് മനോരമ പത്രം വായിക്കേണ്ടത്, മനോരമ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദേശാഭിമാനി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏത് പത്രവും, ഇപ്പോൾ അമേരിക്കയിലുള്ളൊരു പത്രം നിങ്ങൾക്ക് വായിക്കണം, അല്ലെങ്കിൽ ഡെക്കാൻ ക്രോണിക്കിൾസ് വായിക്കണം, നമുക്ക് അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, കാണാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് വായിക്കാം. പിന്നെ കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബാലസാഹിത്യം വായിക്കുക. കേരളത്തിലെ മുതിർന്ന കുട്ടികൾ മലയാളത്തിലെ നല്ല മാഗസിൻസ് വരുത്തുക. ആ മാഗസിൻസിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം, ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുതരാം. അത് വായിക്കുക. 10ാമത്തെ കാര്യം, ഒരു പുസ്തകം വായിക്കുന്നതിന് മുമ്പ് പുസ്തകത്തിൻ്റെ അവതാരിക നോക്കണം. ആരാണ് ഈ അവതാരിക എഴുതിയേക്കുന്നതല്ല, ഈ അവതാരികക്കകത്ത് എന്താ ഇനി ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. അതോടൊപ്പം തന്നെ പുസ്തകത്തിൻ്റെ പേജ് തിരിച്ച് മറിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ, ഇതൊരു പുസ്തകമാണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് പേജ് ഇതാ, ഞാനിങ്ങനെ ബാക്ക് മറിച്ച് നോക്കണം. ഇവിടെ ഒരു റൈറ്റിങ്സ് കാണും. ഈ റൈറ്റിങ്സ് എന്താണ് എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ള കണ്ടൻറ്റ് എന്ന് പിടികിട്ടും. അപ്പോൾ ഈ 10 കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക. കൂട്ടത്തിൽ 1-2 കാര്യങ്ങളുടെ പറയണം. ഒന്ന്, നിങ്ങൾ വായിച്ച് എടുക്കുന്ന കാര്യങ്ങൾക്ക് കുറിപ്പുകൾ വെക്കണം, പ്രത്യേകിച്ച് ചെറുപ്രായത്തിൽ. പക്ഷേ ഞങ്ങളുടെ ഇപ്പോൾ പ്രായത്തിൽ കുറിപ്പ് എടുക്കും ചിലതൊക്കെ. അപ്പം കുറിപ്പുകൾ എടുത്ത് സൂക്ഷിക്കണം, ഡയറികൾ സൂക്ഷിക്കണം. ഞാൻ ഇന്നും ഡയറി സൂക്ഷിക്കുന്ന ഒരാളുണ്ടായി പറഞ്ഞു. ഈ ഡയറിക്കകത്ത് നിങ്ങൾ എഴുതി വെക്കണം പുതിയ ആശയങ്ങൾ വരുമ്പോൾ. അത് ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ കുറിപ്പുകൾ നമുക്ക് എപ്പോഴും ഉപയോഗപ്പെടും. പിന്നീട് അതോടൊപ്പം തന്നെ മനസ്സിലാകാത്ത ഭാഗം ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും വായിക്കണം, സ്കിപ്പ് ചെയ്യരുത്. ഏത് പുസ്തകവും നമുക്ക് വായിക്കുമ്പോൾ എല്ലാം നമുക്ക് മനസ്സിലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല.
പക്ഷെ മനസ്സിലാകാത്ത ഒരു പിന്നെ ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ചാൽ, നമുക്ക് അള്ളാപ്പിച്ചി മൊല്ലാക്ക് അതൊക്കെ നമുക്ക് ഇനി വരുമ്പം, അല്ലെങ്കിൽ ധർമ്മപുരാണം വായിച്ചാൽ, അല്ലെങ്കിൽ ആനന്ദിൻ്റെ ഉഷ്ണമേഖല വായിച്ചാൽ ചിലപ്പോൾ നമുക്കത് കിട്ടാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ കിട്ടാത്ത കാര്യങ്ങളെ നമ്മളങ്ങ് മറുപുറം തട്ടിപ്പോവല്ല വേണ്ടേ. അത് ചിലത് അവിടെ നിൽക്കുക, അതായത് നമ്മൾ നിന്നിട്ട് ഒന്നുകൂടെ ഒന്ന് തിരിച്ചു നോക്കി അത് വായിക്കും. പ്രയാസമാണ് എന്ന് വിചാരിച്ച് തള്ളിക്കളയല്ല വേണ്ടേ. എവറസ്റ്റ് കീഴടക്കാൻ പോയവൻ 16 പ്രാവശ്യം നോക്കിയിട്ട് നടന്നില്ല. അപ്പോഴും അദ്ദേഹം പരാജയപ്പെട്ടു പോയില്ല. പുള്ളി എവറസ്റ്റിൻ്റെ താഴെ വന്നിട്ട് പറഞ്ഞു, യു എവറസ്റ്റ് യു കനോട്ട് ഗ്രോ, ഐ വിൽ ഗ്രോ. ഞാൻ നിന്നെ ഒരിക്കൽ കീഴടക്കും. നിനക്കിനി വളരാൻ ഒക്കില്ല, പക്ഷേ ഞാൻ വളരും, ഞാൻ കീഴടക്കും. അതാണ് ദാറ്റ് ഈസ് അവർ തിങ്കിങ്. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകവും ബാലികേറ മലയല്ല, ഏത് പുസ്തകവും നമുക്ക് വായിക്കാൻ സാധിക്കും. പിന്നെ മാഗസിൻ ഞാൻ പറഞ്ഞു, കേരള ശബ്ദം വായിക്കുക, അത് വലിയ കുഴപ്പമില്ല. പക്ഷേ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾ ഭാഷാഭോഷണി വായിക്കുക, അതല്പം ഇച്ചിരി കട്ട് ചെയ്യാം. ഭാഷാഭോഷണിക്കകത്ത് പുതിയ വാക്കുകളൊക്കെ കിട്ടും, അത് വായിക്കാം. മാതൃഭൂമിയുണ്ട്. മാതൃഭൂമിയിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ എഴുതുന്നൊരു സുഭാഷ് ചന്ദ്രനുണ്ട്. അദ്ദേഹം നല്ല 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 സുന്ദരമായ റൈറ്റിങ്സ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗവും നല്ലതാണ്, യൂട്യൂബിലൊക്കെ കിട്ടും സുഭാഷ് ചന്ദ്രൻ്റെ പ്രസംഗം. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ വായിക്കാറുണ്ട് പുള്ളിയെ. അദ്ദേഹം അധ്യാപകനോ മറ്റോ ആയിരുന്നു, എന്നിട്ട് പിന്നെ മാതൃഭൂമിയിലേക്ക് കയറിയിരിക്കുകയാണ്. നന്നായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യും, പ്രസംഗിക്കുകയും ചെയ്യും. പിന്നീട് കേരള കൗമുദി വായിക്കുക. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇപ്പം മനോരമ ഞാൻ കളഞ്ഞല്ല, മനോരമയുടെ തന്നെ ഭാഷാഭോഷണം തോന്നുന്നു, അതെ. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന മാഗസിൻസ്, അതായത് ഈ പൈങ്കിളി നോവലല്ല ഞാനീ പറഞ്ഞത്. പൈങ്കിളി നോവലും വായിച്ചു, വേണ്ടാതെ ഞാൻ പറഞ്ഞില്ല. അപ്പം അത് അങ്ങനെ വായിച്ച് നമുക്ക് മാക്സിമം നമുക്ക് വായനാശീലം ആ രീതിയിലൊക്കെ വർദ്ധിപ്പിക്കും. പിന്നെ കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബാലസാഹിത്യം, ബാലരമ വരുത്തണം, മാതാപിതാക്കൾ വരുത്തണം, ബാലരമ വരുത്തണം, മിന്നാമിനുങ്ങ് വരുത്തണം. പിന്നെ പൂമ്പാറ്റ കൊടുക്കുക, കളിക്കുടുക്ക വരുത്തുക, ബാലഭൂമി വരുത്തുക, മയിൽപ്പീലി വാങ്ങിച്ചു കൊടുക്കുക കുട്ടികൾക്ക്. പിന്നെ കഥകളോടൊപ്പം തന്നെ കോമഡി കഥകൾ, ചില കുട്ടികൾ കോമഡി കഥകളായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ചില കുട്ടികൾ ചിത്രങ്ങൾ മാത്രമുള്ള പുസ്തകങ്ങളായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അത് വരയ്ക്കട്ടെ. ഞാനിപ്പോൾ അധ്യാപകരുടെ എപ്പോഴും പറഞ്ഞ, പുസ്തകത്തിൽ കുത്തി വരയ്ക്കുന്ന കുട്ടിയുടെ കൈക്കടിക്കരുത്, അവൻ്റെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെട്ടു. വരച്ചോട്ടെ, പുസ്തകത്തിൽ കുത്തി വരയ്ക്കട്ടെ, ഭിത്തിയിൽ കുത്തി വരയ്ക്കും. നമ്മളിപ്പോൾ നല്ല പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്ന ഭിത്തിയിലൊക്കെ കുത്തി വരയ്ക്കും. എൻ്റെ അമ്മ ഇവിടെ മുഴുവൻ സീലടിച്ച് വെച്ചേക്കുക, ഞാൻ ഒന്നും പറഞ്ഞില്ല, അടിച്ചു ചെയ്തോ. അത് ആ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ചെയ്യട്ടെ. അവൻ്റെ ലൈനായിട്ട് അടിച്ചു വെച്ചേക്കുന്നത് ഇങ്ങനെ എൻ്റെ സീലെടുത്ത് അടിച്ചു വെച്ചേക്കുന്നത്. നമ്മളതിനെ നശിപ്പിക്കണ്ട, ചെയ്തോട്ടെ. മമ്മൂട്ടി എടുത്ത് കിളയ്ക്കുന്ന കഴിഞ്ഞ ദിവസം അവൻ്റെ ഒരു ഫോട്ടോ ഞാൻ കണ്ടിരുന്നു. പിന്നെ അത് ഞാൻ ഒന്നും തടഞ്ഞില്ല, കിളച്ചോട്ടെ. ഭാര്യ കാണുമ്പോൾ ചില ഒരു പക്ഷേ പറയും നടക്കില്ല. ഇപ്പം എൻ്റെ കൂടെ അല്ല പിള്ളേർ, അപ്പുറത്ത് അവരുടെ കൂടെ താമസിക്കുന്നത് കൊണ്ട് അവരുടെ ക്രിയേറ്റിവിറ്റി എനിക്കിപ്പോൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി ഞാൻ മാതാപിതാക്കളുടെ ഒരു കാര്യം, കുട്ടികളുടെ ഒരു കാര്യം പറയാം. പുതിയ വാക്കുകൾ എവിടെ കണ്ടാലും കുറിച്ചെടുക്കണം. എനി ലാംഗ്വേജ്, നിങ്ങൾ മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഒരു പുതിയ വാക്ക് കണ്ടാൽ അത് കുറിച്ച് വെക്കുക. പ്രത്യേകിച്ച് ഇപ്പം ഞങ്ങളെപ്പോലല്ല നിങ്ങൾക്കിപ്പോൾ അതെടുത്തൊരു ഫോൺ എടുത്തിട്ട് സെർച്ചിലോട്ട് വന്നിട്ട് ജസ്റ്റ് ആ വാക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. വാക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മലയാളത്തിൽ വേണേൽ കിട്ടും, ഇംഗ്ലീഷിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ കിട്ടും. അല്ല മലയാള വാക്ക് തന്നെ പറഞ്ഞു കൊടുത്താലും അതിൻ്റെ ശബ്ദതാരാവലി എന്നൊരു പുസ്തകമുണ്ട്, വാങ്ങിക്കാൻ വലുതാണ്, ഇച്ചിരി വലിയ പുസ്തകമാണ്. അത് അതിൻ്റെ മലയാളത്തിൻ്റെ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ വാക്കുകളും അതിനകത്തുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും പുതിയ വാക്കുകൾ ഉണ്ടാക്കുന്നതിലുള്ള അതൊക്കെ വാങ്ങിച്ചു വെക്കുക. ബേസിക്കായിട്ടുള്ള ഡിക്ഷണറി, അത് ഡോക്ടർ സാമുവൽ ജോൺസൻ്റെ ഇലിസ്ട്രേഷൻ ഡിക്ഷണറി വാങ്ങിക്കണമെന്ന് പറയുന്നില്ലേ. ഓക്സ്ഫോർഡിൻ്റെ ഒരു ഡിക്ഷണറി ഇംഗ്ലീഷിൽ വേണം. പിന്നെ ശബ്ദതാരാവലി നമ്മുടെ വേണം. വെട്ടമ്മാണിയുടെ ഒരു പുസ്തകമുണ്ട്, പുരാണിക് എൻസൈക്ലോപ്പീഡിയ. ഇതൊക്കെ ബേസിക്കാണ്. ഇത് നിങ്ങളുടെ മേശപ്പുറത്ത് ഉണ്ടാവണം എപ്പോഴും. പിന്നീട് മാതാപിതാക്കളോടൊരു കാര്യം, എല്ലാ മാസവും നിങ്ങൾക്ക് ശമ്പളം കിട്ടും. ഒരു പക്ഷേ കൂലിപ്പണിക്കാരായിരിക്കും നിങ്ങളൊക്കെ, നിങ്ങൾക്ക് 10,000 രൂപ അല്ലെ 500 രൂപ കിട്ടുമെന്ന് വെച്ചു. ആ ഒരു 500 രൂപ ഒരു മാസത്തിൽ ഒരു ബുക്ക് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുക. ബുക്കുകൾ വീട്ടിലെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുഞ്ഞുങ്ങളത് വായിച്ചോളും. അപ്പം എല്ലാവർക്കും നല്ല ദിവസം. വായനയിലൂടെ വളരുക. ഒരിക്കലും വിശ്രമിക്കാൻ നമുക്ക് സമയമില്ല. സ്ലീപ്പ് 6 hours ആൻഡ് വർക്ക് അടുത്ത അത്രയും.
18 മണിക്കൂർ വർക്ക് ചെയ്യുക. പക്ഷെ നിങ്ങളങ്ങനെ വേണ്ട. നിങ്ങൾ മിനിമം കൊച്ചു കുട്ടികളൊക്കെ ഒരു 10 മണിക്കൂർ ഉറങ്ങണം. വലിയ കുട്ടികളൊക്കെ മിനിമം 8 മണിക്കൂർ ഉറങ്ങണം. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ വ്യയം ചെയ്ത് വായിക്കാൻ പരിശ്രമിക്കും. നന്നായിട്ട് വായിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. നന്മയുടെ നല്ല ദിവസത്തിൽ വായന ആശംസകൾ നേരുന്നു. ജോൺസൺ കരൂർ.